ഒരു സൃഷ്ടിക്ക് വിവാദം അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് വരുന്നില്ലെങ്കിൽ ആ സൃഷ്ടി എങ്ങും എത്തിയിട്ടില്ല എന്നാണ്. ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നല്ലതാണെങ്കിൽ അതിന് നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. പേഴ്സണൽ അറ്റാക്കിലേക്ക് പോകുമ്പോൾ ഇവനെ കണക്കുള്ള ആൾക്കാർ എന്തിനു എഴുതുന്നു, ഇങ്ങനെയുള്ളവരുടെ എഴുത്തുകൾ ഒരിക്കലും പുറലോകം കാണേണ്ട ആവശ്യമില്ല. അപ്പൊ എഴുത്തിനെ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്ന അത് അങ്ങനെ തന്നെ പൊക്കോട്ടെ. അപ്പൊ എന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഞാൻ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നു. എനിക്ക് അതിനുള്ള സമയമില്ല. കാരണം എന്റെ ലൈഫിൽ ഓരോ മിനിറ്റും ഞാൻ എന്റെ ക്രിയേറ്റീവായിട്ടോ അല്ലെങ്കിൽ എന്റെ ഫാമിലിയുടെ കൂടോ കൂട്ടുകാരുടെ കൂടോ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സിനിമാ മേഖലയിലുള്ളവരാണെങ്കിലും അതല്ലാതെ ഉള്ള ഒരു സാധാരണക്കാരാണെങ്കിലും എനിക്കിപ്പോ അത് ഇന്ന ആള് എന്നൊന്നുമില്ല. ഒരാൾ ഒരു സാധാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ വിളിച്ചാലും എനിക്ക് സന്തോഷം. എന്റെ ബുക്ക് അയാൾ അത്രയും മണിക്കൂർ എടുത്ത് പൈസ കൊടുത്ത് വാങ്ങി വായിച്ചതല്ലേ. അതിൽ ഒരു എഫേർട്ടിൽ ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നു. അഖിൽ പി ധർമ്മജൻ എന്ന എഴുത്തുകാരനെ എല്ലാവർക്കും അറിയാം. താൻ എഴുതിയ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം 54 എഡിഷൻ പിന്നിടുന്നു. അതിനനുസരിച്ച് വായനക്കാരും വർദ്ധിക്കുന്നു. ഒടുവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിക്കുന്നു. പക്ഷേ അഖിൽ ഇപ്പോൾ പ്രശസ്തനാകുന്നത് വിവാദങ്ങളിലാണ്. ഒരു അവാർഡ് ലഭിച്ചപ്പോൾ എന്തിന് അഖിൽ അവാർഡ് കൊടുത്തു എന്നുവരെ ചോദിക്കുന്ന ആളുകൾ രംഗത്ത് വന്നു. അഖിലാണ് എന്നോടൊപ്പം ചേരുന്നത്. ഞാൻ അവാർഡ് വിവാദത്തെക്കുറിച്ചല്ല ആദ്യം ചോദിക്കുന്നത്. എഴുത്തിലേക്ക് വന്നൊരു ലോകമുണ്ട്. പോളിടെക്നിക്ക് മെക്കാനിക്ക് കഴിഞ്ഞ ഒരാൾ മലയാളത്തിലേക്ക് വരുന്നു. എങ്ങനെയാണ് എഴുത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നത്? ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ എഴുതും. ചെറുപ്പത്തിൽ കഥ പറയുമായിരുന്നു സ്കൂളിലൊക്കെ പോയിട്ട്, നാട്ടില് പ്രേതകഥകൾ പറയുന്നതൊക്കെ കേട്ടിട്ട്. അപ്പൊ അങ്ങനെ അത് പറഞ്ഞു ഒരുപാട് കുട്ടികളോട് പറയുമ്പോൾ പിന്നെ ഒരേ കഥ പറഞ്ഞ് മടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ അത് നോട്ട്ബുക്കിൽ എഴുതി. പിന്നെ ഇത് കുട്ടികൾ വായിക്കാൻ തുടങ്ങി, അഭിപ്രായം പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ എഴുത്തിലേക്ക് വരുന്നത്. പിന്നീട് വായനശാല മെമ്പർഷിപ്പ് എടുക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും വായനാശീലം സ്വന്തമാക്കുകയും ചെയ്തു. പിന്നീട് അതുപോലെ എഴുതാനായിട്ട് ശ്രമിച്ചു. എന്നാലും എനിക്ക് ഈ കഥ പറഞ്ഞ് ശൈലി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് വരുന്നത് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡാണ്. പിന്നെ കുറച്ചുകൂടി ഇമാജിൻ ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും കഥ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വിഷ്വലി കുറച്ചുകൂടെ സിനിമാറ്റിക് ആണിത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എഴുത്തിലേക്ക് വരുന്നത് തന്നെ. ശരിക്കും കഥ എഴുതുകയല്ല, കഥ പറഞ്ഞാ തുടങ്ങുന്നത്. സത്യം. ഇപ്പൊ റാം കെയർ ഓഫ് ആനന്ദി ആണെങ്കിലും ആദ്യം ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്നു, കഥാപാത്രത്തെ അങ്ങ് മുന്നിലേക്ക് തരികയാണ്, പിന്നെ ഒരു യാത്രയാണ് ആൾക്കാർക്ക്. ഇപ്പോൾ ഓജോബോർഡാണെങ്കിലും അതേ ബുക്ക് ഇവിടെ ഉണ്ട്. ആദ്യത്തെ ഒരു ഇത് തന്നെ എന്ന് പറയുന്നത് ഒരു ഡയലോഗാണ്. ഞാൻ പാർക്കിൽ ഇന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ കഥയിലേക്ക് കയറുകയാണ്. ഇപ്പോൾ രാത്രി 12 ശേഷമാണെങ്കിലും മെർക്കുറിയനിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആൾക്കാരെ ആദ്യമേ കഥയുടെ കൂട്ടത്തിൽ അങ്ങ് വിടുക, പിന്നെ അവർ തന്നെ അങ്ങ് എൻജോയ് ചെയ്ത് പോട്ടെ എന്നാണ്. ഈ കഥ പറഞ്ഞപ്പോൾ പ്രേതങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ആദ്യ കഥ തന്നെ ഏറെക്കുറെ അതിന് സമാനമായ കഥയായിരുന്നു ഓജോബോർഡ്. അതെ. എനിക്ക് ഹൊറർ കഥ, ഇപ്പൊ ഞാൻ സ്കൂളിൽ പോയി ഓരോരോ കഥകൾ പറയുമ്പോൾ ഹൊറർ പറയുമ്പോൾ ആള് കൂടും, ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ എനിക്ക് തോന്നി ഹൊറർ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇമ്പാക്ട് ഉണ്ടാവില്ല, ഇഷ്ടം ഉണ്ടാവും. ഇപ്പൊ രണ്ടാമത്തെ സിനിമ ചെയ്യാൻ പോകുന്നത് ഹൊറർ തന്നെയാണ്. എനിക്ക് ഹൊററിനോട് കുറച്ചുകൂടി താല്പര്യമുണ്ട്. അതായത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ഭീകരതയിലാണ് അല്ലെങ്കിൽ പ്രേതത്തിലല്ല. എനിക്ക് നമ്മളിപ്പോ ഈ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടെ, അതായത് പരദൂഷണമല്ല, അതായത് ഇപ്പോ ഹൊറർ, പ്രേതം, ഭൂതം, പിശാശ് എന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും തെളിവ് കാണിക്കാനായിട്ടില്ല. പക്ഷെ നമുക്ക് ഇരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ ഇതിങ്ങനെ ഉണ്ടാവുമോ അങ്ങനെയുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അങ്ങ് കേൾക്കും. അപ്പൊ അല്ലെങ്കിൽ പെട്ടെന്നൊരു ചരിത്രത്തെ പറ്റി പറഞ്ഞ പണ്ട് ഇങ്ങനെ നടന്നിട്ടുണ്ടോ, അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റി അത് ഹൊററിൽ കുറച്ചുകൂടെ അപ്പാണ്, കുറച്ചുകൂടെ ലൈൻ അപ്പാണ്. അതുകൊണ്ട് ഞാൻ ആദ്യ കഥ ഓജോബോർഡിന്റെ തുടക്കത്തിൽ ഒരു കാര്യം എഴുതുന്നുണ്ട്. ആദ്യമൊക്കെ ആളുകൾക്ക് വലിയ ഇഷ്ടമൊന്നുമല്ലായിരുന്നു, പിന്നീട് അതിലേക്ക് ഇഷ്ടം വരുന്നതാണ്. പ്രേതത്തിലേക്ക് ആളുകളെ കൊണ്ടുവരികയായിരുന്നു. ശരി. പ്രേതം ഇപ്പോ രാത്രി 12 ശേഷം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പ്രേതം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആൾക്കാരിപ്പോ അതിൽ പറയുന്നുണ്ട് ഞാൻ ഒരു സ്യൂഡോ സയൻസ് അല്ലെങ്കിൽ അതിനെയാണോ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതെന്നൊക്കെ പറയട്ടെ. പക്ഷെ അതിനെ കഥയായി മാത്രം കാണുക. ഇപ്പൊ പ്രേതത്തിനെ എടുത്ത് കാണിക്കാൻ പറഞ്ഞുണ്ടോ? നമ്മുടെ ഇല്ല. നമുക്ക് ഇത് ഈശ്വര വിശ്വാസം ഉള്ള പോലെ തന്നെ ഒരു ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു സങ്കല്പമാണ് ഇത്. അപ്പൊ അതുപോലെ ആ സങ്കല്പത്തിലെ ഞാനൊരു കഥയാക്കി എഴുതുന്നു, അത്രേ ഉള്ളൂ. ഈ റാം വായിക്കുമ്പോഴും നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഈ ചെന്നൈ നഗരം അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഈ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ചെന്നൈയിൽ പോയിട്ടുള്ളവർക്ക് ഒരു പൈപ്പിന്റെ ചോട്ടിൽ പോയാൽ പോലും ഉണ്ടാകുന്ന ഒരു അനുഭവത്തെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. ശരിക്കും എഴുത്തിൽ അനുഭവങ്ങൾ കൂടി ചാലിച്ചാണോ? തീർച്ചയായിട്ടും. ചെന്നൈയിൽ പോയി 2 വർഷം നിന്നിട്ടാണ് ഞാൻ റാം എഴുതുന്നത്. അപ്പൊ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോ തൊട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ഞാൻ ഇരുന്നിട്ട് മനസ്സിലിങ്ങനെ സങ്കല്പിക്കും. ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു നോട്ട് പാഡ് ഉണ്ട്, അതിൻ്റെ അകത്ത് എപ്പോഴും നോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചെന്നിറങ്ങുമ്പോൾ ടാപ്പിൽ വെള്ളമില്ല, ഒന്ന് മോങ്കഴ രാവിലെ 5 മണിയാണ്. അപ്പൊ ആ സാധനം ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. അതാണ് റാമിന്റെ അകത്ത് തന്നെ ടാപ്പിൽ വെള്ളം വരുന്നത്, ആ ഒരു വെള്ളം ഇല്ലാത്തത്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഈ അനുഭവങ്ങൾ എപ്പോഴും ഞാനിപ്പോ ട്രാവൽ ചെയ്യുകയാണെങ്കിലും കൂടുതലുള്ള ആൾക്കാരോട് സംസാരിക്കും. ചിലപ്പോൾ ഒരു കഥാപാത്രത്തെ കിട്ടും, ചിലപ്പോൾ ഒരു കഥ കിട്ടും. അങ്ങനെ തന്നെ ആ ഒരു ട്രാവലിംഗ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അതായത് അഖിലിന്റെ അടുത്തൂടെ ആർക്കും പോകാൻ പറ്റില്ല, ഒരു കഥയാവും കഥാപാത്രവും. ഇല്ല, അങ്ങനെയില്ല. നമ്മൾക്കിപ്പോൾ പ്രൈവസി ആയിട്ട് കീപ്പ് ചെയ്യേണ്ട സാധനങ്ങൾ ചെയ്യും. പക്ഷെ ചിലത് നമുക്ക് ഒരാളെ ഇപ്പം ഞാൻ സംസാരിക്കുകയാണ്, അപ്പം എനിക്ക് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ സാറിന്റെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു സ്വഭാവത്തിലെ സവിശേഷത ഞാനൊരു കഥാപാത്രത്തിൽ കൊണ്ടുവരും. ചിലർക്ക് ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചിലപ്പോൾ ചിലരെന്തെങ്കിലും ഒരു ആംഗ്യം എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതൊരു കഥാപാത്രത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അത് അയാളുടെ സ്വഭാവമായി മാറും. അപ്പം അങ്ങനെ കിട്ടുന്നതാണ്. പക്ഷെ ഒരാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസിലേക്ക് ഒരിക്കലും കടന്നു കയറില്ല. ഈ റാം 54 എഡിഷനിലേക്ക് എത്തുന്നതിനൊക്കെ മുമ്പേ യഥാർത്ഥത്തിൽ അഖിൽ എഴുതുമായിരുന്നു. ഓരോ ബോർഡൊക്കെ അങ്ങനെ എഴുതിയാണ്. പക്ഷെ റാമാണ് കൂടുതൽ സെല്ല് ആയത്. അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ആൾക്കാർക്ക് റിയൽ ലൈഫിനെ കണക്റ്റഡ് ആകുന്നെന്ന് തോന്നി. അപ്പോൾ ചെന്നൈയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും പഠിക്കാനായിട്ട് പുറത്തു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടെ കണക്റ്റഡ് ആകും. ഇപ്പോൾ ഒരു അച്ഛനും അമ്മ എടുത്താൽ പോലും മകനെ വേർപിരിയുന്ന ഒരു ദുഃഖം ഇതിൻ്റെ അകത്തുണ്ട്. പഠിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അമ്മയുടെ കുറച്ച് സീനുകളുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിൻ്റെ അകത്ത് ഒരു കഥാപാത്രം, ട്രാൻസ്ജെൻഡർ ആയിട്ട് മല്ലി എന്ന് പറയുന്ന ഒരു ഭംഗിയായിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്. അപ്പോൾ ആ കഥാപാത്രത്തെ ആവിഷ്കരിച്ചപ്പോൾ ഒരുപാട് പേർക്ക് അറിയാത്ത ഒരു തലമാണത്. അപ്പം എനിക്ക് തോന്നുന്നത് ഞാനത് നന്നായിട്ട് തന്നെ ആവിഷ്കരിച്ചു എന്നാണ് തോന്നുന്നത്. അപ്പം ചെന്നൈയിൽ പോയ സമയത്ത് എനിക്ക് ഒരുപാട് മല്യമാരുമായിട്ട് പരിചയമുണ്ട്. അപ്പം അവരുടെ ലൈഫ് കണ്ടു, അവരുമായിട്ടുള്ള സൗഹൃദം, അവരുടെ സ്നേഹം, തിരിച്ചു കൊടുത്ത സ്നേഹം എല്ലാമാണ് അതിൻ്റെ അകത്തുള്ള കഥാപാത്രങ്ങളിലും നിഴലിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. ശരിക്കും എത്ര അവാർഡ് നമുക്ക് കിട്ടുകയാണെങ്കിലും നമ്മുടെ ഒരു എഴുത്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതാണ് ഏറ്റവും നല്ല അവാർഡ് എന്നാണ് എഴുത്തുകാർക്കൊക്കെ മനസ്സിലാകുന്നതും അതാണ്, സന്തോഷവും അതാണ്. യഥാർത്ഥത്തിൽ അവാർഡ് കിട്ടിയതാണോ കൂടുതൽ ആളുകളിലേക്ക് എത്തിയതാണോ ഏറെ സന്തോഷിപ്പിക്കുന്നത്? അവാർഡ് കിട്ടിയ തീർച്ചയായിട്ടും സന്തോഷമാണ്. പക്ഷേ എൻ്റെ എഴുത്ത് സമയത്ത് ഞാൻ വിചാരിച്ച എൻ്റെ ബുക്ക് ആരെങ്കിലും കുറച്ച് ആൾക്കാർ വായിക്കണമെന്ന് മാത്രമാണ്. വാങ്ങാൻ മാത്രമല്ല, വായിക്കണം, അഭിപ്രായങ്ങൾ പറയണം. ഇതിപ്പോൾ 4 ലക്ഷത്തിനടുത്ത ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് ബുക്ക്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആണ് എൻ്റെ ലൈഫിൽ. എനിക്ക് ഒരു ബുക്കിൽ ഇനി അത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. സത്യത്തിൽ റാം കെയർ ഓഫ് ആനന്ദി കേരളം ഫുൾ ആഘോഷിച്ചതാണ്. യൂത്ത് എന്ന് മാത്രമല്ല, പല പ്രായത്തിലുള്ള ആൾക്കാർ, പല തട്ടിലുള്ളവർ ആഘോഷിച്ചൊരു ബുക്കാണ്. ആ ഒരു ആഘോഷം ഇത് കിട്ടിയപ്പോൾ, അവാർഡ് കിട്ടിയപ്പോഴും അവരാഘോഷിക്കുകയാണ്. പിന്നെ ഞാനും അതിൻ്റെ കൂട്ടത്തിലൊരു പങ്ക് ചേരുന്നു എന്നാണ്. അത് ഫേസ്ബുക്കിൽ ഈ അവാർഡ് കിട്ടിയ ഉടൻ അഖിലിട്ടൊരു കുറിപ്പുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഒരു അവാർഡ് കിട്ടിയത്. ഞാൻ ഒരുപാട് പണിയെടുത്തു, ഇങ്ങനെ കിട്ടി, അതിനൊരു സന്തോഷം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ആ ത്രില്ല് ഇപ്പോഴും ഉണ്ട്. ഭയങ്കര അവാർഡ് എന്ന് ഇങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പോലും ഇപ്പോഴും ഒരിതാണ്, അവാർഡ് കിട്ടിയല്ലോ എന്നുള്ളത്. അതെന്താന്ന് പറഞ്ഞിട്ട് ഞാനൊരിക്കലും അവാർഡിന് വേണ്ടിയിട്ടല്ല എഴുതുന്നത്. ഞാനീ പറഞ്ഞ കണക്ക് എൻ്റെ ഒരു 10 പേര് വായിക്കണം എന്നൊരു ആഗ്രഹം മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പം ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ഒരു സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞൊരു വലിയൊരു കാര്യം തന്നെയാണ്. അത് എൻ്റെ ലൈഫിൽ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ശരിക്കും അവാർഡ് കിട്ടിയപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പ്രശംസയായിട്ടും സന്തോഷം പങ്കുവെച്ചും ഒക്കെ രംഗത്ത് വന്നു. അതൊക്കെ പിന്നെ വലിയ പിന്തുണയായി മാറിയില്ലേ? ഭയങ്കര സന്തോഷം. എഴുത്ത് മേഖലയിലുള്ളവരും സിനിമാ മേഖലയിലുള്ളവരും രാഷ്ട്രീയ മേഖലയിലുള്ളവരും എല്ലാവരും നമ്മുടെ ഒരു സഹോദരനെ പോലെ കണ്ടിട്ട് അവരുടെ പോസ്റ്റുകളായിട്ട് ഇടുകയും എന്നെ വിളിക്കുകയും. ഇപ്പോൾ വീട്ടിൽ ഒരുപാട് പേര് വന്നു, പല പാർട്ടികളിലുള്ള പലരും വന്ന് ചേർന്നിട്ട് ഒരു പൊന്നാടയാണെങ്കിലും ഒരു മൊമെൻ്റ് ആണെങ്കിലും തരുമ്പോൾ അവരുടെ സ്വന്തം ആളെന്ന് പറഞ്ഞിട്ടാണ് തരുന്നത്. അപ്പം അതിലെനിക്ക് ഒരുപാട് സന്തോഷം. അവരുടെ സന്തോഷം, എൻ്റെ സന്തോഷം, ഇതെല്ലാവരുടെയും സന്തോഷം. ഈ പൊതുരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ജനപ്രതിനിധിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഞാൻ വായിക്കും എന്നൊക്കെ പറയുന്നതിന് പല ആളുകളും പല പുസ്തകങ്ങൾ തെളിവായിട്ട് പറയാറുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാവുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരും ഞാൻ വായിക്കും എന്ന്, ഞാൻ ഈ അടുത്ത് പിന്നെ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചു എന്നൊക്കെ പറയുന്ന ഒക്കെ ഞങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്. ശരിക്കും അഖിൽ ഇതൊക്കെ കണ്ടിരുന്നു? പിന്നെ ഞാനൊരു ഇന്റർവ്യൂവിൽ രമേശ് ചെന്നിത്തല സാറ് ഇങ്ങനെ ചോദിക്കുന്നു വായനയെ പറ്റി എന്താണെന്ന് ചോദിച്ചപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി പറഞ്ഞപ്പോൾ ഞാൻ അതിങ്ങനെ എടുത്തു. ആ വീഡിയോ മാത്രം എടുത്തിട്ട് ഞാൻ സ്റ്റോറി ആക്കി. അത്രയ്ക്ക് സന്തോഷമാണ്. പിന്നെ ആരാണ്, ഇപ്പം ആരിഫ് സാറ് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയാണെങ്കിൽ ഇപ്പോൾ ബുക്ക് കൊണ്ടുപോയി. പുള്ളി നല്ല വായനക്കാരനാണ്. പിന്നെ അതല്ലാതെ ഒരുപാട് ഗോവിന്ദൻ മാസ്റ്റർ എന്നെ വിളിച്ച് നേരിട്ട് പറഞ്ഞു, മോനെ ഞാനത് വായിച്ചു കേട്ടോ, എനിക്ക് സന്തോഷമായി. പിന്നെ നമ്മുടെ സ്പീക്കർ സാറാണെങ്കിലും വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞു ഞാൻ വായിച്ചു, സന്തോഷമുണ്ട്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പിന്നെ സിനിമാ മേഖലയിലുള്ളവരാണെങ്കിലും അതല്ലാതെ ഉള്ള ഒരു സാധാരണക്കാരാണെങ്കിലും എനിക്കിപ്പോൾ അത് ഇന്ന ആള് എന്നൊന്നുമില്ല. ഒരു സാധാ ഒരു നോർമലായിട്ടുള്ള ഒരു മനുഷ്യൻ വിളിച്ചാലും എനിക്ക് സന്തോഷം. എൻ്റെ ബുക്ക് അയാൾ അത്രയും മണിക്കൂറെടുത്ത് പൈസ കൊടുത്ത് വാങ്ങി വായിച്ചതല്ലേ, അതിൽ ഒരു എഫേർട്ടിൽ ഞാൻ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ സന്തോഷമൊക്കെ നിൽക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇതിനാണോ അവാർഡ് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ച ചില ആളുകൾ രംഗത്ത് വരുന്നതും അത് ആ അർത്ഥത്തിൽ വിവാദമായി. അപ്പോഴെന്താ തോന്നിയത്? അത് ഇപ്പം ഞാൻ പറയാം, ഒരു സൃഷ്ടിക്ക് വിവാദം അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് വരുന്നില്ലെങ്കിൽ ആ സൃഷ്ടി എങ്ങും എത്തിയിട്ടില്ല എന്നാണ്. ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നല്ലതാണെങ്കിൽ അതിന് നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും.
അപ്പോൾ നമ്മൾ അവർ 1 രൂപ ആണെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊടുത്ത് മേടിക്കുന്ന ബുക്കാണ്. അപ്പോൾ അവർക്ക് അതിനെ വിമർശിക്കാനുള്ള തീർച്ചയായിട്ടും അതിൻ്റെ അവകാശമുണ്ട്. അത് കേൾക്കാനുള്ള ബാധ്യസ്ഥനുമാണ് ഞാൻ. ഒരു എഴുത്തുകാരനാണെങ്കിലും എഴുത്തുകാരിയാണെങ്കിലും അത് ബാധ്യസ്ഥ ആണ്. അപ്പോൾ ഞാനതിൽ റെസ്പെക്ട് ചെയ്യുന്നു. അവരുടെ സ്പേസിൽ നിന്ന് അവരുടെ സ്വാതന്ത്ര്യത്തിൽ അവർ ഇത് പറയണം. പിന്നെ അതൊരു വിവാദമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതൊരു വ്യക്തിഹത്യയിലേക്ക്, അതായത് പേഴ്സണൽ അറ്റാക്കിലേക്ക് പോകുമ്പോൾ ഇവനെ കണക്കുള്ള ആൾക്കാർ എന്തിനു എഴുതുന്നു, ഇങ്ങനെയുള്ളവരുടെ എഴുത്തുകൾ ഒരിക്കലും പുറലോകം കാണേണ്ട ആവശ്യമില്ല. അപ്പം എഴുത്തിനെ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്ന അത് അങ്ങനെ തന്നെ പൊക്കോട്ടെ. അതിപ്പോൾ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ്. അവർ ആ ഒരു രീതിയിൽ തന്നെ പെരുമാറുന്നു. ഇപ്പം എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഞാൻ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നു. എനിക്കതിനുള്ള സമയമില്ല. കാരണം എൻ്റെ ലൈഫിൽ ഓരോ മിനിറ്റും ഞാൻ എൻ്റെ ക്രിയേറ്റീവായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ കൂടോ കൂട്ടുകാരുടെ കൂടോ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മുടെ ചെറിയൊരു ആയുസുള്ള ജീവിയാണ് മനുഷ്യൻ. അപ്പം ഏത് നിമിഷവും നമുക്ക് ഗ്യാരണ്ടി ഇല്ലാത്തൊരു കാര്യമാണ്. ഒന്ന് ഹാർട്ട് നിന്ന് പോയാൽ കഴിഞ്ഞു അത്. അപ്പം ഈ സമയത്ത് ഈ മനുഷ്യരെ ഒന്ന് ആലോചിക്കും. ഒരു വലിയൊരു ഭൂമിയിൽ ഈ കേരളത്തിലുള്ള ആലപ്പുഴയിലുള്ള ഇപ്പം കലൂരിയിരിക്കുന്ന ഞാനെന്ന് പറയുന്നത് ഒരു അണുവിനെ പോലുള്ള ഒരാളാണ്. അതുപോലെ പല അണുക്കളാണ് നമ്മൾ ഈ മനുഷ്യരെന്ന് പറയുന്നത്. ഇവിടെ കിടന്നിട്ട് ഇത്രയും അടിയും ബഹളമൊന്നും ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. എനിക്കൊരു അവാർഡ് കിട്ടി, അതിൽ സന്തോഷിക്കുക. സന്തോഷമില്ലെങ്കിൽ അതങ്ങ് വിടുക, അത്രേ ഉള്ളൂ. അല്ല, പണ്ടൊക്കെ ആളുകളെ കവിത എഴുതി തുടങ്ങുന്ന സമയത്ത് കവിത നന്നായി എഴുതാൻ അറിയാമെന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ പറയും, ഇതിന് വൃത്തമില്ല, അലങ്കാരമില്ല, ഇത് ശരിയായില്ല, പാട്ട് പാടുന്നവരോട് സംഗതി ശരിയായില്ല എന്നൊക്കെ പറയുന്നത് പോലെ അഖിൽ ഇങ്ങനെയൊക്കെയാണോ എഴുതുന്നത്, ഇങ്ങനെയൊക്കെ എഴുതുന്നതിനാണോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കുന്നതെന്നൊക്കെ ആളുകൾ ചോദിച്ചു. യഥാർത്ഥത്തിൽ നമ്മുടെ എഴുത്തിന്റെ ശൈലിയും ഭാഷയും ഒക്കെ മാറ്റിമറിച്ച എത്രയോ എഴുത്തുകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അഖിലിന് ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കണമെന്ന് തോന്നുന്നില്ലേ? നമുക്കിപ്പോൾ ഒരു ചെണ്ടയാണെങ്കിലും വയലിനാണെങ്കിലും ഗിറ്റാറാണെങ്കിലും പഠിക്കാനായിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. എവിടെയെങ്കിലും ഒരു എഴുതാനായിട്ട് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കോളേജ് ഉണ്ടോ? അതായത് ഇന്ന കാര്യങ്ങൾ മലയാളം പഠിക്കാൻ പറ്റും, ഭാഷ പഠിക്കാൻ പറ്റും. പക്ഷേ ഒരു കഴിവ് അത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ഭാഷ നമ്മൾ ആവിഷ്കരിക്കുന്ന ഒരു സാധനമാണ്. അത് ഈ കാലത്ത് ഇപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പെടുത്ത എഴുതുന്ന രീതി അല്ല ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന സീനിയർ ആയിട്ടുള്ള റൈറ്റേഴ്സ് അവർ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് മുന്നേ ഉള്ളവരും മാറ്റങ്ങൾ കൊണ്ടുവന്നു. 10-50 വർഷം മുമ്പ് എഴുതിയ പോലാണോ ഇപ്പോൾ എഴുതുന്നത്? അല്ല. അന്ന് പല നാരായണ വെച്ച് എഴുതിയിട്ടുള്ള ആൾക്കാരെ പോലെ അല്ല ഇപ്പോൾ എഴുതുന്നത്. അത് മനസ്സിലാകത്തില്ല. ആ കാലഘട്ടത്തിനനുസരിച്ച് നിൽക്കുന്ന കൃതികൾ അത് വിറ്റുപോകും. അതിനെ ജനപ്രിയ സാഹിത്യം എന്ന് പറയും, ചിലപ്പോൾ പൈങ്കിളി എന്ന് പറയും, പൾപ്പെന്ന് പറയും. അത് ചിലർ ഇൻസൾട്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ആൾക്കാർ വായിക്കുന്നല്ലോ. ഈ കാലത്ത് മൊബൈലുള്ള, ലാപ്ടോപ്പുള്ള, കമ്പ്യൂട്ടറുള്ള സമയത്തും ഒരു ബുക്ക് എടുത്തു വെച്ചിട്ട്, ഇപ്പോൾ ഒരു പേപ്പറുള്ള ഒരു ബുക്ക് എടുത്തു വെച്ചിട്ട് ആ ഒരു യാത്രയിൽ അത് അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ അവരത് അത്രയും ടൈം എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയോ കാലമായിട്ട് പറയുന്ന പ്രിന്റഡ് മീഡിയ ഔട്ടാവും എന്ന് പറയും. ഡിജിറ്റൽ മീഡിയ യുഗം വന്നപ്പോൾ പത്രം പോവും, ബുക്കുകൾ പോവും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പോലും ആൾക്കാർ ഈ ബുക്ക് എടുത്ത് കൈ വെച്ച് വായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വായനയുടെ വിജയമാണ്, വായനയുടെ ഒരു പവറാണ്. അത് മുന്നോട്ട് തന്നെ പോകും. നല്ല ട്രോളാണ് ഇപ്പം അഖിൽ പറഞ്ഞത്. പൾപ്പൊന്നും പൈങ്കിളിയെന്നും ഒക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അഖിലിനെ വിമർശിച്ചത്. ഇല്ല, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അതിനെ ഒരു ആക്ഷേപമായിട്ട് ഞാൻ എടുക്കുന്നില്ല. അങ്ങനെ നിലവാരമില്ലാത്ത നോവലായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ആൾക്കാരാണ് നിലവാരം കണ്ടെത്തേണ്ടത്. സാധാരണ ആൾക്കാർ അതിന്റെ നിലവാരം കണ്ടെത്തി. ഇപ്പം എനിക്കൊരു അവാർഡും കിട്ടി. അത് അവർ സാധാരണക്കാർ ആഘോഷിക്കുന്നു. മറ്റുള്ളവർ ആഘോഷിക്കുന്നില്ലെങ്കിൽ ഓക്കെ, അവർ ആഘോഷിക്കണ്ട. ഞാൻ ആ ആഘോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ പങ്കുചേരുകയാണ്. അതായത് ഞാനൊന്ന് എഴുതിക്കോട്ടെ, ഞാനൊന്ന് സന്തോഷിച്ചോട്ടെ, നിങ്ങൾ എന്തിനാണ് എന്റെ പിറകെ വരുന്നതെന്നാണ്. അതെ, ഞാനിപ്പോൾ ഈ ഒരു സന്തോഷമല്ലേ, സന്തോഷം തല്ലിക്കെടുത്താനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങനെ ചിലർ വിനോദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കണ്ടെത്തട്ടെ. അപ്പൊ അവരുടെ സന്തോഷം അതാണെങ്കിൽ ഓക്കെ. ഞാൻ അങ്ങനെ പ്രതികരിക്കാത്ത ആളാണ്. എന്നെ ഇതിനു മുന്നേയൊക്കെ ഒരുപാട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. എന്നെ അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്തിനു ഉപദ്രവിക്കുന്നു എന്ന് ചോദിക്കുക. മാനസികമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതായിട്ട് ഹീലായി സ്വന്തമായിട്ട് വരിക, അത്രേ ഉള്ളൂ. അവർ മാനസികമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു, അതിൽ പെടാതിരിക്കുന്നത് എൻ്റെ കാര്യം. പറയുന്നവർ പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ എഴുത്ത് ശൈലി എൻ്റെതായ രീതിയിൽ തന്നെ തുടരും എന്നാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ ഓജബോർഡ് തൊട്ട് തന്നെ ഈ വിമർശനം കിട്ടുന്ന ആളാണ് ഞാൻ. രണ്ടാമത്തെ ബുക്കായപ്പോൾ കളിക്കുടുക്ക സാഹിത്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പറയുന്നുണ്ട് കളിക്കുടുക്ക സാഹിത്യം എന്ന്. കുഴപ്പമില്ല, കുട്ടികൾ വായിക്കുന്നുണ്ടല്ലോ കളിക്കുടുക്ക സാഹിത്യം, അതൊരു സാഹിത്യമല്ലേ. പിന്നെ മൂന്നാമത്തെ നോവൽ വന്നപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി ഈ പറഞ്ഞ കണക്ക് പൈങ്കിളി എന്ന് പറഞ്ഞു. നാലാമത്തെ ഇപ്പോൾ വന്നപ്പോൾ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. റിവ്യൂ വരുന്നുള്ളൂ, 1 മാസമേ ഉള്ളൂ. അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചില ആൾക്കാർ ജനിക്കുന്നു, അവർ മറ്റുള്ളവരെ കുറ്റം പറയുന്നു, അവർ മരിക്കുന്നു, അവരെവിടെയും ചരിത്രത്തിലെ ഭാഗമാകുന്നില്ല. നമ്മൾ പക്ഷേ നമ്മുടെ പാതയിൽ പോവുകയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു സിഗ്നേച്ചറായിട്ട്, ഇപ്പം എൻ്റെ ഇത് കിട്ടുകയാണെങ്കിൽ അല്ലെ എന്തെങ്കിലും കുറേ വർഷം കഴിയുമ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, ഇത്രയും ബുക്കുകൾ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്ന എവിടെയെങ്കിലും ഒരിടത്ത് പറയപ്പെടും. അത്ര മതി എനിക്ക്. അതായത് ഇപ്പം റാം കെയർ ഓഫ് ആനന്ദി, ആ കഥ മറ്റൊരാൾ തിരക്കഥയാക്കി സിനിമയിലേക്ക് വരുന്നു. പുതിയൊരു കഥ സിനിമയിലേക്ക് കൊണ്ടുവരാൻ അഖിൽ ശ്രമിക്കുന്നു. ആ വിശേഷം പറയും.
പുതിയൊരു ഇത് നോവലൊന്നും വരാത്ത ഒരു പുതിയൊരു സ്പെഷ്യൽ കഥയാണ്, ഹൊറർ തന്നെയാണ്. അതാണ് സിനിമയായിട്ട് വരാൻ പോകുന്നത്. ശ്യാം എന്ന് പറയുന്ന ഒരാളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ആർട്ടിസ്റ്റിനെ കണ്ട് കഥ പറയുകയും പ്രൊഡക്ഷൻ ഹൗസിലൊക്കെ പോവുകയാണ്. സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഒരു ഫീമെയിൽ ലീഡിൽ വരുന്നതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കിട്ടാൻ നല്ല പാടാണ്, ഡേറ്റും കിട്ടാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് നോക്കുന്നു. റാം ഇപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് നടക്കുകയാണ്. വൈകാതെ അതിൻ്റെ അനൗൺസ്മെൻ്റ് ഉണ്ടാവും. ശരിക്കും ഇപ്പോൾ മെക്കാനിക്കൽ പഠനം നടത്തി ആ മേഖലയായിട്ട് ഒരു ബന്ധവുമില്ല, എഴുത്തിലാണിപ്പോൾ. ഞാൻ കുറേ നാൾ വർക്ക് ചെയ്തതാണ്. കാറിൻ്റെ അടിയിലൊക്കെ പാനറൊക്കെ ആയിട്ട് പോയി കിടന്നതും കരിയോലും ഡീസലും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് ഉള്ളതായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് രാവിലെ ഒരു 8 മണിയാകുമ്പോൾ കഴിഞ്ഞാൽ രാത്രി 9 മണി വരെയും പണിയാണ്. ആ വർക്കിനോട് എനിക്ക് ഇതില്ലാത്തതല്ല, പക്ഷേ എൻ്റെ എഴുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പിന്നീട് അത് ഞാൻ ചെന്നൈയിൽ പോയതിന് ശേഷം പിന്നീട് കൂലിപ്പണികൾ ഓരോന്നൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് ലൈറ്റ് നിൽക്കുന്ന കണക്ക് തന്നെ അവിടെ പോയിട്ട് ലൈറ്റ് പിടിക്കാനായിട്ട് പോകുമായിരുന്നു ഇവൻസിനെ, പച്ചക്കറി എറിയാൻ പോകുമായിരുന്നു, ബലൂൺ വിർപ്പിക്കാൻ ഇവൻസിന് പോകുമായിരുന്നു, ഡെക്കറേഷൻ ചെയ്യാൻ പോകുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് അവിടെ ഫിലിം അക്കാഡമിയിൽ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് താഴെ തട്ടുന്ന, ഞാൻ ഇവിടെ പാതിരപ്പള്ളി ഭാരത് പെട്രോളിയത്തിൽ ഞാൻ ആദ്യമേ ഈ സ്പ്രേ ചെയ്തിട്ട് കാറിൻ്റെ ഗ്ലാസ് തൂക്കത്തില്ല, അവിടെ ഉള്ളവർക്ക് പലർക്കും അറിയാം. എൻ്റെ ജോലി അതായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടുത്തെ എക്സൽ ഗ്ലാസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും എലൈറ്റ് കേക്സിൽ അവിടെ ചുമട് മുക്കാൻ പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ താഴെത്തട്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും വലിയ ബാധകമൊന്നുമല്ല. ഇനിയും ഇപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് എൻ്റെ ഭയങ്കര ബോണസാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ സന്തോഷിച്ചുകൊണ്ടേയിരിക്കും. അതായത് താഴേന്ന് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് താൻ ആഗ്രഹിച്ച മേഖലയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു സന്തോഷം എക്സ്ട്രാ ഉണ്ട്. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്ത് തൊഴിൽ ചെയ്തെന്ന് പറഞ്ഞാലും ഞാനൊരു തീരെ ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. അതെന്ന് പറയുന്നത് ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നത് എഴുത്തെന്ന് പറയുന്നത് ഭയങ്കര തലചൂടായി എഴുതുന്നതാണെങ്കിൽ പോലും അതൊരു ക്രിയേറ്റിവിറ്റി വർക്കാണത്. അപ്പം അതിൻ്റെ ഒരു ഇതാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവാർഡായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് കഞ്ഞി കുടിച്ചേ ജീവിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തിട്ടാണ് അത് എനിക്ക് അരി വാങ്ങാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. പിന്നെ ഞാൻ പഠിച്ച ശാഖ വേറെയാണ്, മെക്കാനിക്കാണ്. അത് പിന്നെ ഒരു ട്രെൻഡുണ്ട് കേരളത്തിൽ. നമ്മളിപ്പോൾ ഒരു കൂട്ടം ഇപ്പോൾ നഴ്സിങ്ങിന് ഒരിടക്ക് പോകുമായിരുന്നു, ഒരിടക്ക് മെക്കാനിക്ക് മാത്രം എടുക്കുമായിരുന്നു, ഒരിടക്ക് സിവിൽ എടുക്കുമായിരുന്നു. അപ്പം എൻ്റെ സമയത്ത് സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ, ഇത് രണ്ടിലേതെങ്കിലുമാണ്. അപ്പം അങ്ങനെ പോയതാണ്. എനിക്ക് വണ്ടികളോട് അത്ര താല്പര്യം ഉണ്ടായിട്ട് പോയതല്ല, പക്ഷേ വണ്ടിപ്പണിയും നല്ല രസമാണ്, എല്ലാവരുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ എൻ്റെ എഴുത്ത് അതിൻ്റെ ഒപ്പം പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ ഫീൽഡിലേക്ക് മാത്രമായി. അതായത് എഴുത്തിൻ്റെ മെക്കാനിസത്തിലേക്കാണ് ഇനി മുന്നോട്ട് പോവുക. സത്യം. ആ എഴുത്തിൻ്റെ മെക്കാനിസം, ഫീലിങ്സിൻ്റെ മെക്കാനിസം, അതിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതിൻ്റെ ഒരു ആനന്ദമാണ്. തീർച്ചയായിട്ടും. അതൊരു രസമല്ലേ, നമ്മളൊരാളുടെ ചിലപ്പോൾ ചില ആൾക്കാർ പുസ്തകം വായിച്ചിട്ട് ചിലർക്ക് ചില ആറ്റിറ്റ്യൂഡ് പോലും മാറുന്ന ആൾക്കാരുണ്ട്. പിന്നെ ജയിലിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒന്നെങ്കിൽ കൃഷി അല്ലെങ്കിൽ പുസ്തകം വായിക്കലാണ്. ആലുവയിൽ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ റാം കെയർ ഓഫ് ആനന്ദി അവിടെ ഉണ്ട്. എന്നെ പ്രാവശ്യം അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പുസ്തകം ഏറ്റവും കൂടുതൽ വായിക്കുന്നത് റാം കെയർ ഓഫ് ആനന്ദിയും പിന്നെ 3-4 പുസ്തകങ്ങളുടെ പേര് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായി. അവിടെ ഉണ്ടെങ്കിലും ആൾക്കാരത് വായിക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലും വായിച്ചിട്ട് ഒരു സോഫ്റ്റ് ഒരിതായി എന്ത് വേണമെങ്കിലും ആവാം. ഒരു പുസ്തകം, എൻ്റെ ബുക്കെന്നല്ല, ഇപ്പോൾ അഗ്നിച്ചിറകൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ എത്ര പേർക്ക് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. എത്ര പേരുടെ ഓട്ടോബയോഗ്രാഫികളുണ്ട്. അപ്പോൾ പുസ്തകം എപ്പോഴും നമ്മുടെ മനുഷ്യൻ്റെ വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഞാനത് കുറച്ചുകൂടെ സോഫ്റ്റ് ഹാർട്ട് ആയതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പല പല വികാരങ്ങൾ അറിയാം. അതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് ബുക്കിലാക്കുന്നു. വിവാദങ്ങളാക്കി ആളുകൾ സൈഡാക്കാൻ ശ്രമിക്കുമ്പോഴും വലിയ പിന്തുണ. ഞാൻ രാവിലെ വിളിക്കുമ്പോൾ പോലും സ്കൂളിലെ പരിപാടിയായിരുന്നു. സോഷ്യൽ മീഡിയ നിറയെ അഖിലിന് പിന്തുണയുമായി രംഗത്ത് വരുന്ന എല്ലാ ആളുകളും. അഖിൽ അതിന് മറുപടി പറഞ്ഞ് അല്ലെങ്കിൽ അതിന് നന്ദി പറഞ്ഞ് കുഴഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറേ നേരം സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ആളല്ല. ഇപ്പോൾ എന്താന്ന് പറഞ്ഞിട്ട് കുറേ നെഗറ്റിവിറ്റി ഇപ്പോൾ പറഞ്ഞ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനൊക്കെ പോയി മറുപടിയും കൊടുക്കുന്നില്ല. പിന്നെ ആൾക്കാരിടട്ടെ, അവരുടെ ആ ഒരു സ്പേസിൽ അവർ ചെയ്തോട്ടെ. ഞാൻ പിന്നെ സമയം കിട്ടുന്ന പോലെ ഇടയ്ക്ക് കയറി ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ എഴുത്തിൻ്റെ ഒരു മെക്കാനിസം കൂടുതൽ അറിഞ്ഞ് നല്ല എഴുത്തുകളിലേക്ക് കൂടുതൽ കടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.